വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള, അതായത് ഇംഗ്ലീഷ് ഒട്ടും സംസാരിക്കാൻ അറിയാൻ മേലാത്തവർക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ 2 വേർഡ് സെൻറ്റൻസസ് പഠിക്കും, പിന്നെ കുറച്ചും കൂടി വലിയ സെൻറ്റൻസസ് പഠിക്കും. അങ്ങനെയായിരിക്കും ഇന്നത്തെ ക്ലാസ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്, ഇവിടെ വരൂ. നമുക്കറിയാം വരിക എന്ന് പറഞ്ഞാൽ കം എന്നാണ്. ഇവിടെ എന്ന് പറയാം ഹിയർ. കം ഹിയർ, കം ഹിയർ. ഇവിടെ വരൂ. അവിടേക്ക് നോക്കൂ. അതെങ്ങനെ പറയും? ലുക്ക് ദേർ, ലുക്ക് ദേർ. ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക എന്നാണ്. ദേർ എന്ന് പറഞ്ഞാൽ അവിടെ. ലുക്ക് ദേർ. വീണ്ടും ശ്രമിക്കൂ. ശ്രമിക്കുക, ട്രൈ. വീണ്ടും, അഗെയിൻ, ട്രൈ അഗെയിൻ, ട്രൈ അഗെയിൻ. വീണ്ടും ശ്രമിക്കൂ. പുറകോട്ട് നീങ്ങൂ. അതെങ്ങനെ പറയും? നീങ്ങുക, മൂവ്. പുറകോട്ട് എന്ന് പറയാൻ ബാക്ക്. മൂവ് ബാക്ക്, മൂവ് ബാക്ക്. പുറകോട്ട് നീങ്ങൂ. ശ്രദ്ധിച്ച് കേൾക്കുക. ശ്രദ്ധിച്ച് എന്നൊക്കെ പറയാൻ കെയർഫുള്ളി എന്ന് പറയാം. കേൾക്കുക, ലിസൺ. ലിസൺ കെയർഫുള്ളി, ലിസൺ കെയർഫുള്ളി. ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി മുമ്പോട്ട് പോകൂ. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം അങ്ങനെ തന്നെ മുമ്പോട്ട് പോകൂ എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ഗോ എഹെഡ് എന്ന് പറയാം. ഗോ എഹെഡ്, മുമ്പോട്ട് പോകൂ. ഗോ എഹെഡ്. നേരെ ഇരിക്കുക. അതെങ്ങനെ പറയും? ഇരിക്കുക, സിറ്റ്. നേരെ എന്ന് പറയാൻ സ്ട്രെയിറ്റ്. സിറ്റ് സ്ട്രെയിറ്റ്, സിറ്റ് സ്ട്രെയിറ്റ്. നേരെ ഇരിക്കുക. ഇനി പുറത്ത് കാത്തു നിൽക്കുക. പുറത്ത്, ഔട്ട്സൈഡ്. കാത്തു നിൽക്കുക എന്ന് പറയാൻ വെയിറ്റ് എന്ന് പറയാം. സോ വെയിറ്റ് ഔട്ട്സൈഡ്, വെയിറ്റ് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത് കാത്തു നിൽക്കുക എന്നാണ്. വെയിറ്റ് ഔട്ട്സൈഡ്. വ്യക്തമായിട്ട് സംസാരിക്കുക. സംസാരിക്കുക എന്ന് പറയുന്നത് സ്പീക്ക് എന്നാണ്. വ്യക്തമായിട്ട് എന്ന് പറയാൻ ക്ലിയർലി എന്ന് പറയാം. സോ സ്പീക്ക് ക്ലിയർലി, സ്പീക്ക് ക്ലിയർലി എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് സംസാരിക്കുക. ഇനി പെട്ടെന്ന് വരിക. വരിക, കം. പെട്ടെന്ന് എന്ന് പറയാം സൂൺ എന്ന് പറയാം. സോ കം സൂൺ, കം സൂൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരിക എന്നാണ് മീനിങ്. ഇനി അടുത്തത് അടുത്ത് വരൂ എന്ന് പറയണം. അടുത്ത് എന്ന് പറയാൻ ക്ലോസർ എന്ന് പറയാം. സോ കം ക്ലോസർ, കം ക്ലോസർ എന്ന് പറഞ്ഞാൽ അടുത്ത് വരിക എന്നാണ് മീനിങ്. ഇനി അനങ്ങാതെ നിൽക്കുക അല്ലെങ്കിൽ അടങ്ങി നിൽക്കൂ എന്നൊക്കെ പറയത്തില്ലേ? നിൽക്കുക എന്ന് പറയുന്നത് സ്റ്റാൻഡ് എന്നാണ്. അനങ്ങാതെ എന്ന് പറയാൻ നമുക്ക് സ്റ്റിൽ എന്ന് പറയാം. സോ സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറഞ്ഞാൽ അനങ്ങാതെ നിൽക്കൂ അല്ലെങ്കിൽ അടങ്ങി നിൽക്കൂ എന്നാണ് മീനിങ്. സ്റ്റാൻഡ് സ്റ്റിൽ. ഇനി അടുത്തത് ഉറക്കെ സംസാരിക്കുക. സംസാരിക്കുക എന്ന് പറയുന്നത് ടോക്ക് എന്നാണ്. ഉറക്കെ എന്ന് പറയാൻ ലൗഡർ. സോ ടോക്ക് ലൗഡർ എന്ന് പറഞ്ഞാൽ ഉറക്കെ സംസാരിക്കുക. ടോക്ക് ലൗഡർ. ഇനി പുറകോട്ട് തിരിയൂ. തിരിയുക എന്ന് പറയുന്നത് ടേൺ എന്നാണ്. പുറകോട്ട് എന്ന് പറയാൻ ബാക്ക്. ടേൺ ബാക്ക്, ടേൺ ബാക്ക് എന്ന് പറഞ്ഞാൽ പുറകോട്ട് തിരിയൂ എന്നാണ് മീനിങ്. ഇനി മറ്റുള്ളവരെ സഹായിക്കുക. സഹായിക്കുക എന്ന് പറയുന്നത് ഹെൽപ്പ് എന്നാണ്. മറ്റുള്ളവരെ എന്ന് പറയാൻ അതേഴ്സ്. ഹെൽപ്പ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുക. ഹെൽപ്പ് അതേഴ്സ്. ഇനി അടുത്തത് എനിക്കറിയാം. എനിക്ക്, ഐ. അറിയാം എന്ന് പറയുന്നത് നോ എന്നാണ്. ഐ നോ. എനിക്കറിയാം, ഐ നോ. ഇനി ഞാൻ ഓർക്കുന്നു. ഓർക്കുക എന്ന് പറയുന്നത് റിമെമ്പർ എന്നാണ്. സോ ഐ റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു എന്നാണ്. ഐ റിമെമ്പർ. ഇനി ഞാൻ മറന്നുപോയി. മറക്കുക, ഫൊഗോട്ട്. ഐ ഫൊഗോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി എന്നാണ് മീനിങ്. ഇനി ഞാൻ വാക്ക് നൽകുന്നു. വാക്ക് നൽകുക അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് പ്രോമിസ് എന്നാണ്. സോ ഐ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഞാൻ വാക്ക് നൽകുന്നു എന്നാണ് മീനിങ്. ഐ പ്രോമിസ്. ഇനി തീർച്ചയായും. തീർച്ചയായും എന്ന് പറയാൻ നമുക്ക് ഷുവർ എന്ന് പറയാം. ഷുവർ അല്ലെങ്കിൽ ഓഫ് കോഴ്സ്. ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ് മീനിങ്. ഇനി ശ്രദ്ധിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ? ശ്രദ്ധിച്ചു പോവുക. അതെങ്ങനെ പറയും? ബി കെയർഫുൾ. ബി കെയർഫുൾ. ശ്രദ്ധിക്കുക എന്നുള്ള മീനിങ് ആണ്. ബി
കെയർഫുൾ. ഇനി സന്തോഷവാനായിരിക്കുക അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കുക, അതെങ്ങനെ പറയും? ബി ഹാപ്പി. ബി ഹാപ്പി, സന്തോഷമായിട്ടിരിക്കുക എന്നുള്ള മീനിങ് ആണ് ബി ഹാപ്പി. ഇനി ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക, അതെങ്ങനെ പറയും? ബി കോൺഫിഡൻറ്റ്. ബി കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക എന്നുള്ള മീനിങ് ആണ് ബി കോൺഫിഡൻറ്റ്. ഇനി ശാന്തനായിരിക്കുക, ശാന്തമായിട്ടിരിക്കുക, അതെങ്ങനെ പറയും? ബി കാം. ബി കാം. ഇനി ക്ഷമയോടെ കാത്തിരിക്കുക അല്ലെങ്കിൽ ക്ഷമയോടെ ഇരിക്കുക, അതെങ്ങനെ പറയും? ബി പേഷ്യൻറ്റ്. ബി പേഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷമയോടെ ഇരിക്കുക എന്നാണ് മീനിങ്. ഇനി സുരക്ഷിതരായിരിക്കുക, അതെങ്ങനെ പറയും? ബി സേഫ്. ബി സേഫ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതരായിരിക്കുക എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത് അത് ശരിയാണ്. ഇത് പല രീതിയിൽ പറയാം. ദാറ്റ്സ് കറക്റ്റ് എന്ന് പറയാം, അത് ശരിയാണ്. അല്ലെങ്കിൽ ദാറ്റ്സ് റൈറ്റ് എന്ന് പറയാം. റൈറ്റ് എന്ന് പറഞ്ഞാലും ശരി എന്നുള്ള മീനിങ് തന്നെയാണ്. ഇനി അത് തെറ്റാണ്, അതെങ്ങനെ പറയും? തെറ്റ് എന്ന് പറയാൻ റോങ് എന്ന് പറയാം. ദാറ്റ്സ് റോങ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഈ ദാറ്റ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഷോർട്ടാക്കി പറഞ്ഞേക്കുവാണ്. ദാറ്റ് ഈസ് റോങ്, അത് തെറ്റാണ് എന്നാണ് മീനിങ്. ഇനി നമ്മൾ പറയത്തില്ലേ ഈ വഴി, അതെങ്ങനെ പറയും? ദിസ് വേ. ദിസ് വേ എന്ന് പറഞ്ഞാൽ ഈ വഴി എന്നുള്ള മീനിങ് ആണ്. ഇനി ആ വഴി എന്ന് പറയേണ്ടതെങ്കിലോ ദാറ്റ് വേ എന്ന് പറയാം. ദാറ്റ് വേ. വേ എന്ന് പറഞ്ഞാൽ വഴി എന്നാണ്. സോ ദാറ്റ് വേ എന്ന് പറഞ്ഞാൽ ആ വഴി എന്നുള്ള മീനിങ് ആണ്. ഇനി അത് മതി എന്ന് പറയണം. മതി എന്ന് പറയാൻ ഇനഫ് എന്ന് പറയാം. സോ ദാറ്റ്സ് ഇനഫ് എന്ന് പറഞ്ഞാൽ അത് മതി എന്നുള്ള മീനിങ് ആണ്. ദാറ്റ്സ് ഇനഫ്. ഇനി ഇപ്പോൾ ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട എന്നൊക്കെ പറയണമെങ്കിലോ നോട്ട് നൗ. നോട്ട് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ല എന്നുള്ള മീനിങ് ആണ് നോട്ട് നൗ. ഇനി ഞാൻ ഓർക്കുന്നില്ല, അതെങ്ങനെ പറയും? നമ്മൾ ഓൾറെഡി കണ്ടു, ഓർക്കുക എന്ന് പറയുന്നത് റിമെമ്പർ എന്നാണ്. സോ ഐ ഡോണ്ട് റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല എന്നാണ് മീനിങ്. ഐ ഡോണ്ട് റിമെമ്പർ. ഇനി എനിക്ക് വേണ്ട, അതെങ്ങനെ പറയും? വേണം എന്നൊക്കെ പറയേണ്ടപ്പം വോണ്ട് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഐ ഡോണ്ട് വോണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എന്നാണ് മീനിങ്. ഐ ഡോണ്ട് വോണ്ട്, എനിക്ക് വേണ്ട. ഇനി എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകുക എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് എന്നാണ്. സോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇനി ഞാൻ സമ്മതിക്കുന്നു. സമ്മതിക്കുക എന്ന് പറയുന്നത് എഗ്രി എന്നാണ്. സോ ഐ എഗ്രി എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്നു എന്നാണ്. അപ്പോൾ ഞാൻ സമ്മതിക്കുന്നില്ല എന്നെങ്ങനെ പറയും? ഐ ഡോണ്ട് എഗ്രി. ഐ ഡോണ്ട് എഗ്രി, ഞാൻ സമ്മതിക്കുന്നില്ല. ഐ ഡോണ്ട് എഗ്രി. ഇനി എനിക്കറിയില്ല. നമുക്കറിയാം അറിയാമെന്ന് പറയുന്നത് നോ എന്നാണ്. സോ എനിക്കറിയില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്നാണ് മീനിങ്. ഐ ഡോണ്ട് നോ. ഇനി എനിക്ക് അങ്ങനെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കരുതുന്നു എന്ന് പറയാൻ ഐ തിങ്ക് എന്ന് പറയാം. ഐ തിങ്ക്. അങ്ങനെ എന്ന് പറയാൻ സോ എന്ന വാക്ക് യൂസ് ചെയ്യുക. ഐ തിങ്ക് സോ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഐ തിങ്ക് സോ. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, അതെങ്ങനെ പറയും? ഐ ഡോണ്ട് തിങ്ക് സോ. ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇനി എന്തെങ്കിലും ഒരു കാര്യം അത് നല്ലതാണ്, അത് ചീത്തയാണ്, ഇങ്ങനെയൊക്കെ പറയത്തില്ലേ? അപ്പം ഇറ്റ്സ് കഴിഞ്ഞ് ഏതാണോ വാക്ക് അത് യൂസ് ചെയ്താൽ മതി. അതായത് അത് നല്ലതാണ് എന്ന് പറയാൻ ഇറ്റ്സ് ഗുഡ്. ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ്. സോ ഇറ്റ്സ് ഗുഡ് എന്ന് പറഞ്ഞാൽ അത് നല്ലതാണ്. ഇറ്റ്സ് ഗുഡ്. അത് അഴുക്കാണ് അല്ലെങ്കിൽ അത് ചീത്തയാണ് എന്നെങ്ങനെ പറയും? ഇറ്റ്സ് ബാഡ്. ഇറ്റ്സ് ബാഡ്. അത് ചീത്തയാണ് എന്നുള്ള മീനിങ് ആണ്. അത് സത്യമാണ്. സത്യം എന്ന് പറയുന്നത് ട്രൂ എന്നാണ്. സോ ഇറ്റ്സ് ട്രൂ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. ഇറ്റ്സ് ട്രൂ. ഇനി അത് എളുപ്പമാണ്. എളുപ്പം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈസി. സോ ഇറ്റ്സ് ഈസി എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണ് എന്നാണ് മീനിങ്. ഇനി അത് പ്രയാസമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് പറയണമെങ്കിലോ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഇറ്റ്സ്
ഡിഫിക്കൾട്ട് എന്ന് പറഞ്ഞാൽ പ്രയാസം എന്നാണ് മീനിങ്. അല്ലെങ്കിൽ നമുക്ക് ഹാർഡ് എന്നും പറയാം. ഹാർഡ് എന്ന് പറഞ്ഞാലും പ്രയാസം എന്നുള്ള മീനിങ് ആണ്. ഇറ്റ്സ് ഹാർഡ് എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ് എന്നാണ് മീനിങ്. ഇറ്റ്സ് ഹാർഡ്. ഇനി അത് സാധ്യമാണ്, സാധ്യം, പോസിബിൾ. സോ ഇറ്റ്സ് പോസിബിൾ എന്ന് പറഞ്ഞാൽ അത് സാധ്യമാണ് എന്നാണ് മീനിങ്. ഇനി അത് പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് എന്നാണ്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ടതാണ് എന്നാണ് മീനിങ്. ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ്. ഇനി എനിക്ക് കുറച്ച് സഹായം ആവശ്യമാണ് എന്ന് പറയണം. അപ്പം എനിക്ക് ആവശ്യമാണ് എന്ന് പറയാൻ ഐ നീഡ് എന്ന് പറയാം. സോ ഐ നീഡ് സം ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സഹായം ആവശ്യമാണ് എന്നാണ് മീനിങ്. ഐ നീഡ് സം ഹെൽപ്പ്. ഇനി എനിക്ക് കൂടുതൽ സമയം ആവശ്യമാണ്. കൂടുതൽ സമയം എന്ന് പറയുന്നത് മോർ ടൈം എന്നാണ്. സോ ഐ നീഡ് മോർ ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് അധിക സമയം ആവശ്യമാണ് എന്നാണ് മീനിങ്. ഐ നീഡ് മോർ ടൈം. ഇനി അടുത്തത് എനിക്ക് കുറച്ച് വിശ്രമം ആവശ്യമാണ്. വിശ്രമം എന്ന് പറയുന്നത് റെസ്റ്റ് എന്നാണ്. സോ ഐ നീഡ് സം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് വിശ്രമം വേണം അല്ലെങ്കിൽ ആവശ്യമാണ് എന്നാണ് മീനിങ്. ഐ നീഡ് സം റെസ്റ്റ്. ഇനി അടുത്തത് അത് തിരികെ നൽകുക അല്ലെങ്കിൽ അത് മടക്കി നൽകുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ഗിവ് ഇറ്റ് ബാക്ക്. ഗീവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നുള്ളതാണ്. ഗീവ് ബാക്ക് എന്ന് പറഞ്ഞാൽ തിരികെ നൽകുക എന്നാണ് മീനിങ്. സോ ഗിവ് ഇറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ അത് തിരികെ നൽകുക എന്നുള്ള മീനിങ് ആണ്. ഇനി അവനെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയണം. കൊണ്ടുവരിക എന്ന് പറയുന്നത് ബ്രിങ് എന്നാണ്. സോ ബ്രിങ് ഹിം എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുവരിക. ഇവിടെ എന്ന് പറയാൻ ഹിയർ. ബ്രിങ് ഹിം ഹിയർ എന്ന് പറഞ്ഞാൽ അവനെ ഇവിടെ കൊണ്ടുവരിക. ഇനി എന്തെങ്കിലും ഒരു കാര്യം അരുത് എന്നുള്ള രീതിയിൽ പറയണം. അതായത് കരയരുത്. അതെങ്ങനെ പറയും? ഡോണ്ട് ക്രൈ. ഡോണ്ട് ക്രൈ. ഇനി ഒച്ച വയ്ക്കരുത്. ഒച്ച വയ്ക്കുക എന്ന് പറയാൻ ഷൗട്ട് എന്ന് പറയാം. സോ ഡോണ്ട് ഷൗട്ട് എന്ന് പറഞ്ഞാൽ ഒച്ച വയ്ക്കരുത് എന്നാണ് മീനിങ്. ഡോണ്ട് ഷൗട്ട്. ഇനി തർക്കിക്കരുത്. തർക്കിക്കുക എന്ന് പറയുന്നത് ആർഗ്യൂ എന്നാണ്. സോ ഡോണ്ട് ആർഗ്യൂ എന്ന് പറഞ്ഞാൽ തർക്കിക്കരുത് എന്നാണ് മീനിങ്. ഡോണ്ട് ആർഗ്യൂ. ഇനി മറക്കരുത്. മറക്കുക എന്നുള്ളത് ഫോർഗെറ്റ് ആണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ്. ഇനി തൊടരുത്. തൊടുക എന്ന് പറയുന്നത് ടച്ച് എന്നാണ്. ഡോണ്ട് ടച്ച് എന്ന് പറഞ്ഞാൽ തൊടരുത്. ഇനി എന്തെങ്കിലും ഒരു അവസ്ഥയെക്കുറിച്ച് പറയുക. അതായത് സങ്കടപ്പെടരുത്, ദേഷ്യപ്പെടരുത്, അങ്ങനെ പറയത്തില്ലേ? സങ്കടപ്പെടരുത്. ഡോണ്ട് ബി കഴിഞ്ഞിട്ട് എന്താണോ ആ വെർബ് അത് പറയുക. ഇപ്പോൾ ഡോണ്ട് ബി സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടരുത് എന്നാണ് മീനിങ്. ഇനി വൈകരുത്. വൈകുക എന്ന് പറയുന്നത് ലേറ്റ് എന്നാണ്. സോ ഡോണ്ട് ബി ലേറ്റ് എന്ന് പറഞ്ഞാൽ വൈകരുത് എന്നാണ് മീനിങ്. ഡോണ്ട് ബി ലേറ്റ്. ഇനി ദേഷ്യപ്പെടരുത്. അതെങ്ങനെ പറയും? ദേഷ്യപ്പെടുക, ആംഗ്രി എന്ന് പറയാം. സോ ഡോണ്ട് ബി ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടരുത് എന്നാണ് മീനിങ്. ഇനി പേടിക്കരുത്. അതെങ്ങനെ പറയും? ഡോണ്ട് ബി സ്കേർഡ്. ഡോണ്ട് ബി സ്കേർഡ് എന്ന് പറഞ്ഞാൽ പേടിക്കരുത് എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത് മഴ പെയ്യുകയാണ്. സോ അതിപ്പം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് കണ്ടിന്യൂസ് ടെൻസിൽ വേണം പറയാൻ. സോ ഇറ്റ്സ് റെയിനിങ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യുകയാണ് എന്നാണ് മീനിങ്. ഇറ്റ്സ് റെയിനിങ്. ഇനി അത് എൻ്റേതാണ്. എൻ്റേത് എന്ന് പറയുന്നത് മൈൻ എന്നാണ്. സോ ഇറ്റ്സ് മൈൻ എന്ന് പറഞ്ഞാൽ അത് എൻ്റേതാണ്. ഇനി അത് നിൻ്റേതാണ്. അതെങ്ങനെ പറയും? അത് ദാറ്റ് ഈസ് യുവേഴ്സ്. ദാറ്റ്സ് യുവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നിൻ്റേതാണ് എന്നാണ് മീനിങ്. ദാറ്റ്സ് യുവേഴ്സ്. ഇനി അടുത്തത് അവൾ ആരാണ്. ആര് എന്ന് പറയുന്നത് ഹൂ. സോ ഹൂ ഈസ് ഷീ എന്ന് പറഞ്ഞാൽ അവൾ ആരാണ്. ഹൂ ഈസ് ഷീ. അവർ എവിടെയാണ്. എവിടെ എന്ന് പറയുന്നത് വേർ ആണ്. അവറാണ്. അതുകൊണ്ട് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ആറാണ് യൂസ് ചെയ്യേണ്ടത്. സോ വേർ ആർ ദേ. വേർ ആർ ദേ. ഇനി നമ്മൾ എനിക്കറിയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ ഡോണ്ട് നോ എന്നാണ്. ഇനിയും ഇത് വെച്ചിട്ട് കുറേ ടൈപ്പിൽ, അതായത് എങ്ങനെയാണെന്നറിയില്ല, അതെങ്ങനെ പറയും? എങ്ങനെയെന്ന് പറയുന്നത് ഹൗ എന്നാണ് അല്ലേ? സോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ. ഇനി എപ്പോഴാണെന്ന് എനിക്കറിയില്ല, അതെങ്ങനെ പറയും?
ഐ ഡോണ്ട് നോ എപ്പോൾ എന്ന് പറയുന്നത് വെൻ എന്നാണ്. ഐ ഡോണ്ട് നോ വെൻ. ഇനി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അതെങ്ങനെ പറയും? എന്തുകൊണ്ട്, വൈ. സോ ഐ ഡോണ്ട് നോ വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്നാണ്. ഐ ഡോണ്ട് നോ വൈ. ഇനി അടുത്തത് വേറെന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വേണോ, ഇനി എന്തെങ്കിലും എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും, എനിത്തിങ്, എനിത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്നുള്ള രീതിയിൽ പറയുന്നതാണ് എനിത്തിങ് എൽസ്. ഇനി അടുത്തത് നിനക്കെന്നെ സഹായിക്കാൻ കഴിയുമോ. സോ എന്തെങ്കിലും കാര്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ ചോദിക്കേണ്ടപ്പോൾ അവിടെ ക്യാൻ എന്നുള്ള ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം നിനക്ക് കഴിയുമോ എന്നല്ലേ, ക്യാൻ യു എന്ന് വരും. ഇനി നിനക്കെന്നെ സഹായിക്കാൻ കഴിയുമോ, അതെങ്ങനെ പറയും? ക്യാൻ യു ഹെൽപ്പ് മീ. ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിച്ചാൽ നിനക്കെന്നെ സഹായിക്കാൻ കഴിയുമോ, ക്യാൻ യു ഹെൽപ്പ് മീ. ഇനി നിനക്കിത് തരാൻ കഴിയുമോ, അതെങ്ങനെ ചോദിക്കും? നിനക്ക് കഴിയുമോ എന്ന് പറയുന്നത് ക്യാൻ യു എന്നാണ്. സോ ക്യാൻ യു ഗീവ് ദിസ് എന്ന് ചോദിച്ചാൽ നിനക്കിത് തരാൻ കഴിയുമോ എന്നാണ്. നിനക്ക് എന്നോട് പറയാൻ കഴിയുമോ, അതെങ്ങനെ ചോദിക്കും? എന്നോട് പറയുക എന്ന് പറയുന്നത് ടെൽ മീ എന്നാണ്. സോ ക്യാൻ യു ടെൽ മീ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്നോട് പറയാൻ കഴിയുമോ എന്നാണ്. ക്യാൻ യു ടെൽ മീ, ക്യാൻ യു ടെൽ മീ, നിനക്ക് എന്നോട് പറയാൻ കഴിയുമോ. അങ്ങനെയാണെങ്കിൽ നിനക്കിത് ചെയ്യാൻ കഴിയുമോ എന്നെങ്ങനെ ചോദിക്കുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക. നിനക്കിത് ചെയ്യാൻ കഴിയുമോ. ഇനി അടുത്തത് നമ്മൾ ഇങ്ങനെ ചോദിക്കത്തില്ലേ, ഞാൻ പോകണോ അല്ലെങ്കിൽ ഞാൻ വരണോ. ഇതിന് ഉപയോഗിക്കുന്ന ഫ്രേസ് എന്ന് പറയുന്നത് ഷുഡായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പോകണോ അതെങ്ങനെ ചോദിക്കും? ഷുഡ് ഐ ഗോ, ഷുഡ് ഐ ഗോ. ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ്. സോ ഷുഡ് ഐ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകണോ എന്നാണ്. ഇനി ഞാൻ ഇപ്പോൾ വരണോ അതെങ്ങനെ ചോദിക്കും? ഇപ്പോൾ വരിക, കം നൗ. സോ ഷുഡ് ഐ കം നൗ, ഷുഡ് ഐ കം നൗ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വരണോ എന്നാണ് മീനിങ്. ഇനി ഞാൻ അവനോട് പറയണോ അതെങ്ങനെ പറയും? അവനോട് പറയുക, ടെൽ ഹിം. ഷുഡ് ഐ ടെൽ ഹിം, ഷുഡ് ഐ ടെൽ ഹിം, ഞാൻ അവനോട് പറയണോ. ഇനി ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കണോ അതെങ്ങനെ പറയും? നിനക്ക് വേണ്ടി കാത്തു നിൽക്കുക, വെയിറ്റ് ഫോർ യു. അപ്പോൾ ഷുഡ് ഐ വെയിറ്റ് ഫോർ യു, ഷുഡ് ഐ വെയിറ്റ് ഫോർ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കണോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ ക്ഷണിക്കണോ എന്നെങ്ങനെ പറയുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക. ഇനി അടുത്തത് ഞാൻ അവനെ വിളിക്കാൻ ശ്രമിച്ചു എന്ന് പറയണം. അപ്പം ഞാൻ ശ്രമിച്ചു, ശ്രമിക്കുക എന്നുള്ളത് ട്രൈ എന്നാണ്. സോ വിളിച്ചു എന്ന് പറയാൻ ട്രൈഡ്. അവനെ വിളിക്കാൻ, ടു കോൾ ഹിം. ഐ ട്രൈഡ് ടു കോൾ ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വിളിക്കാൻ ശ്രമിച്ചു, ഐ ട്രൈഡ് ടു കോൾ ഹിം. ഇനി ഞാനത് ശരിയാക്കാൻ ശ്രമിച്ചു, അത് ശരിയാക്കുക. ശരിയാക്കുക എന്ന് പറയാൻ നമുക്ക് ടു ഫിക്സ് ഇറ്റ് എന്ന് പറയാം, അത് ശരിയാക്കുക. സോ ഐ ട്രൈഡ് ടു ഫിക്സ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് ശരിയാക്കാൻ ശ്രമിച്ചു എന്നാണ് മീനിങ്. ഇനി അടുത്തത് ഞാൻ വിശദീകരിക്കാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ട്രൈഡ് ടു എക്സ്പ്ലെയിൻ, ഐ ട്രൈഡ് ടു എക്സ്പ്ലെയിൻ, ഞാനത് വിശദീകരിക്കാൻ ശ്രമിച്ചു. ഇനി ഞാൻ നിന്നോട് ചോദിക്കാൻ മറന്നു, അതെങ്ങനെ പറയും? മറന്നു. മറക്കുക എന്നുള്ളത് ഫൊർഗെറ്റ് ആണ്, മറന്നു എന്ന് പറയുന്നത് ഫൊർഗോട്ട്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സോ ഞാൻ മറന്നു, ഐ ഫൊർഗോട്ട്. നിന്നോട് ചോദിക്കാൻ, ടു ആസ്ക് യു. സോ ഐ ഫൊർഗോട്ട് ടു ആസ്ക് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് ചോദിക്കാൻ മറന്നു എന്നാണ് മീനിങ്. ഇനി ഞാൻ നേരത്തെ വരാൻ ശ്രമിക്കാം എന്ന് പറയണം. അപ്പം നേരത്തെ വരിക എന്ന് പറയുന്നത് എങ്ങനെയാണ്? കം ഏർലി. സോ ഞാൻ ശ്രമിക്കാം എന്നെങ്ങനെ പറയും? ഇത് ഭാവിയിലെ കാര്യമാണ്. സോ വിൽ എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നത് ഐ വിൽ ട്രൈ എന്ന് പറയണം. ഇനി ഞാൻ നേരത്തെ വരാൻ എന്നല്ലേ, ടു കം ഏർലി. സോ ഐ വിൽ ട്രൈ ടു കം ഏർലി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വരാൻ ശ്രമിക്കാം എന്നാണ് മീനിങ്. ഐ വിൽ ട്രൈ ടു കം ഏർലി. ഇനി അടുത്തത് ഞാൻ ഇത് പൂർത്തിയാക്കാൻ ശ്രമിക്കാം. ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നത് ഐ വിൽ ട്രൈ എന്നാണ്. ഇത് പൂർത്തിയാക്കാൻ എന്നെങ്ങനെ പറയും? ടു ഫിനിഷ് ദിസ്. സോ ഐ വിൽ ട്രൈ ടു ഫിനിഷ് ദിസ് എന്ന് പറഞ്ഞാൽ ഞാനിത് പൂർത്തിയാക്കാൻ ശ്രമിക്കാം എന്നാണ് മീനിങ്.
ഇനി അടുത്തത് എന്തെങ്കിലും ഒരു കാര്യം എളുപ്പമാണ് എന്ന് പറയേണ്ടപ്പം, അതായത് അത് ഓർക്കാൻ എളുപ്പമാണ്, അതെങ്ങനെ പറയും? ഓർക്കുക എന്ന് പറയുന്നത് റിമെമ്പർ എന്നാണ്. അത് എളുപ്പമാണ് എന്നെങ്ങനെ പറയും? ഇറ്റ് ഈസ് ഈസി. അത് ഷോർട്ടാക്കി ഇറ്റ്സ് ഈസി എന്ന് പറയാം. സോ ഇറ്റ്സ് ഈസി ടു റിമെമ്പർ എന്ന് പറഞ്ഞാൽ അത് ഓർത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ ഓർമ്മിക്കാൻ എളുപ്പമാണ് എന്നാണ് മീനിങ്. ഇനി അത് പറയാൻ എളുപ്പമാണ്, അതെങ്ങനെ പറയും? പറയുക, സേ. സോ ഇറ്റ്സ് ഈസി ടു സേ എന്ന് പറഞ്ഞാൽ അത് പറയാൻ എളുപ്പമാണ്. ഇനി അത് ചെയ്യാൻ എളുപ്പമാണ്, അതെങ്ങനെ പറയും? ഇറ്റ്സ് ഈസി. ചെയ്യാൻ എന്ന് പറയുന്നത് ടു ഡു എന്നാണ്. ഇറ്റ്സ് ഈസി ടു ഡു. അത് ചെയ്യാൻ എളുപ്പമാണ്. ഇനി അടുത്തത് അത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതെങ്ങനെ പറയും? ഇറ്റ്സ് ഈസി ടു മേക്ക്. ഇറ്റ്സ് ഈസി ടു മേക്ക്. മേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നുള്ള മീനിങ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ എളുപ്പമാണ്, അതെങ്ങനെ പറയുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക. ഇനി അടുത്തത് എനിക്ക് ഇന്നലെ വരാൻ സാധിച്ചില്ല എന്ന് പറയണം. അപ്പം സാധിച്ചില്ല എന്നെങ്ങനെ പറയാം? വാസ് നോട്ട് ഏബിൾ എന്ന് പറയാം. വാസ് നോട്ട് ഏബിൾ എന്ന് പറഞ്ഞാൽ സാധിച്ചില്ല എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ എനിക്ക് ഇന്നലെ വരാൻ സാധിച്ചില്ല, അതെങ്ങനെ പറയും? ഐ വാസ് നോട്ട് ഏബിൾ ടു കം യെസ്റ്റർഡേ. ഐ വാസ് നോട്ട് ഏബിൾ ടു കം യെസ്റ്റർഡേ. ഇനി എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിച്ചില്ല, അതെങ്ങനെ പറയും? I was not able to help you. I was not able to help you. ഇനി എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, അതെങ്ങനെ പറയും? മീറ്റിങ്ങിൽ പങ്കെടുക്കുക, ടു അറ്റൻഡ് ദ മീറ്റിംഗ്. സോ ഐ വാസ് നോട്ട് ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നുള്ള മീനിങ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സ്ഥലം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നെങ്ങനെ പറയുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയണം. അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ഹാവൻറ്റ് അല്ലെങ്കിൽ ഹാസൻറ്റ് ആണ്. അപ്പോൾ ഞാൻ ആ സിനിമ അല്ലെങ്കിൽ ആ മൂവി കണ്ടിട്ടില്ല, അതെങ്ങനെ പറയും? അപ്പം എപ്പോഴും ഓർക്കുക, ഹാവൻറ്റ് അല്ലെങ്കിൽ ഹാസൻറ്റ് യൂസ് ചെയ്യുമ്പം എപ്പോഴും വേർബിൻ്റെ V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് കാണുക എന്നുള്ളത് സി ആണെന്നറിയാം, കണ്ടു പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സോ വരും. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോം എന്ന് പറയുന്നത് സീനാണ്. സോ ഐ ഹാവൻറ്റ് സീൻ ദാറ്റ് മൂവി എന്ന് പറഞ്ഞാൽ ഞാൻ ആ മൂവി കണ്ടിട്ടില്ല എന്നാണ് മീനിങ്. ഇനി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അതെങ്ങനെ പറയും? ഞാൻ കഴിച്ചിട്ടില്ല, അപ്പോൾ ഹാവൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ ഹാവൻറ്റ്. കഴിക്കുക എന്നുള്ളത് ഈറ്റാണ്, അതിൻ്റെ V3 ഫോം ഈറ്റൺ ആണ്. അപ്പോൾ ഐ ഹാവൻറ്റ് ഈറ്റൺ എന്ന് വരും. ഇനി ഇതുവരെ എന്നെങ്ങനെ പറയുന്നത്? യെറ്റ്. ഐ ഹാവൻറ്റ് ഈറ്റൺ അറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാണ് മീനിങ്. ഐ ഹാവൻറ്റ് ഈറ്റൺ യെറ്റ്. ഇനി ഞാൻ അവളോട് സംസാരിച്ചിട്ടില്ല. സംസാരിക്കുക എന്ന് പറയുന്നത് സ്പീക്കാണ്, അതിൻ്റെ V3 ഫോം സ്പോക്കൺ ആണ്. സോ ഐ ഹാവൻറ്റ് സ്പോക്കൺ ടു ഹെർ എന്ന് പറഞ്ഞാൽ ഞാൻ അവളോട് സംസാരിച്ചിട്ടില്ല എന്നാണ് മീനിങ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ മുമ്പ് കണ്ടിട്ടില്ല എന്നെങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് കോമൻറ്റ് ചെയ്യുക. ഇനി നമുക്കിങ്ങനെ പറയണം, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. ഒറ്റയ്ക്ക് പോകുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗോ എലോൺ. എലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നാണ്. എനിക്ക് പേടിയാണ് എന്നെങ്ങനെ പറയും? ഐ ആം അഫ്രേഡ്. സോ ഐ ആം അഫ്രേഡ് ടു ഗോ എലോൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് എന്നാണ് മീനിങ്. ഇനി എനിക്ക് നോ പറയാൻ പേടിയാണ്, അതെങ്ങനെ പറയും? ഐ ആം അഫ്രേഡ് ടു സേ നോ. ഐ ആം അഫ്രേഡ് ടു സേ നോ എന്ന് പറഞ്ഞാൽ എനിക്ക് നോ പറയാൻ പേടിയാണ് എന്നാണ് മീനിങ്. ഇനി എന്തെങ്കിലും ഒരു കാര്യം ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കണം. അതായത് മഴ പെയ്യുകയാണോ, അങ്ങനെ ചോദിക്കേണ്ടപ്പം അതിന് യൂസ് ചെയ്യുന്ന ഫ്രേസ് ഈസ് ഇറ്റ് എന്നാണ്. അപ്പോൾ മഴ പെയ്യുകയാണോ, ഈസ് ഇറ്റ് റെയിനിങ്. ഈസ് ഇറ്റ് റെയിനിങ്, മഴ പെയ്യുകയാണോ. ഇനി ഇത് ശരിയാണോ, ശരി എന്ന് പറയുന്നത് കറക്റ്റ് എന്നാണ്. സോ ഈസ് ഇറ്റ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ അത് ശരിയാണോ എന്നുള്ള മീനിങ് ആണ്. ഈസ് ഇറ്റ് കറക്റ്റ്. ഇനി അടുത്തത് അത് ദൂരെയാണോ. അപ്പം ദൂരെ എന്ന് പറയുന്നത് ഫാർ എന്നാണ്. സോ ഈസ് ഇറ്റ് ഫാർ എന്ന് ചോദിച്ചാൽ
അത് ദൂരെയാണോ എന്നാണ് മീനിങ്. ഇനി അത് തയ്യാറാണോ, അതെങ്ങനെ ചോദിക്കും? തയ്യാർ എന്ന് പറയുന്നത് റെഡി എന്നാണ്. സോ ഇസ് ഇറ്റ് റെഡി എന്ന് ചോദിച്ചാൽ അത് തയ്യാറാണോ എന്നാണ് മീനിങ്. ഇനി ഇത് നിൻ്റെ ബാഗാണോ, അപ്പോൾ നിൻ്റെ ബാഗ്, യുവർ ബാഗ്. സോ ഇസ് ഇറ്റ് യുവർ ബാഗ് എന്ന് ചോദിച്ചാൽ ഇത് നിൻ്റെ ബാഗാണോ എന്നാണ് മീനിങ്. ഇനി അത് സാധ്യമാണോ അങ്ങനെ ചോദിക്കേണ്ടതെങ്കിലോ, സാധ്യം എന്ന് പറയുന്നത് പോസിബിൾ എന്നാണ്. സോ ഇസ് ഇറ്റ് പോസിബിൾ എന്ന് ചോദിച്ചാൽ അത് സാധ്യമാണോ എന്നാണ് മീനിങ്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു 100 ഡെയിലി യൂസ് സെൻറ്റൻസസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. സോ നമുക്ക് കുറച്ചധികം സെൻറ്റൻസസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.